ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ രുചികരമായ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഡെലീഷ്യസാണ് ഈ നെയ്ച്ചോറ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു വെറൈറ്റി നെയ്ച്ചോറാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർത്തിയിട്ട് വെള്ളം കളഞ്ഞ് വയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 2 ബേ ലീഫ് വേണം, 2 കഷ്ണം പട്ട, 1 തക്കോലം വേണം, പിന്നെ ഒരു 7-8 കറയാമ്പ് വേണം, 5 ഏലക്ക, കുറച്ച് കുരുമുളക്, 1 പച്ചമുളകും കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് വേണം. പിന്നെ അര കപ്പ് ഒന്നാം പാലാണ് തേങ്ങയുടെ. അതിൽ 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കലക്കി വയ്ക്കണം. പിന്നെ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസും റൈസിൻസും കുറച്ച് സവാളയും വേണം. ഞാൻ 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഗീ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും കാഷ്യൂസ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കശുവണ്ടി ചേർത്ത് കുറച്ച് ഒരു നിറം മാറി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കിസ്മസ് ചേർത്ത് കൊടുക്കുക. കിസ്മസ് ചേർത്ത് നന്നായിട്ട് അത് ഫ്രൈ ആകണം. അതായത് നന്നായിട്ട് ബബിൾസ് പോലെ വീർത്ത് വന്നതിന് ശേഷം നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം ആ ബാക്കി വന്ന ഗീയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൊരിയണം. അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. പഞ്ചസാര ചേർത്ത് ഫ്രൈ ചെയ്ത സവാള ഈ ഗീ റൈസിൽ ചേർത്താൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക. ഗീ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ബേ ലീഫ് കട്ട് ചെയ്ത് ചേർത്ത് ചൂടാക്കുക. ബേ ലീഫ് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ബാക്കിയുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇത് ഒരു 10 മിനിറ്റെങ്കിലും ഫ്രൈ ചെയ്യുക. അപ്പോൾ ഈ അരിയൊക്കെ നന്നായിട്ട് പൊട്ടുന്ന ഒച്ച കേൾക്കാം. ആ സമയത്ത് നമ്മൾക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിക്കാണ് 1.5 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത്, പിന്നെ ആ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരെടുത്ത് വെച്ചത് അതും ചേർത്തിട്ട് മൂടി വെച്ച് പകുതിയോളം വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പാതി വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ 1-ാം പാൽ തന്നെ എടുക്കുക. നല്ല തിക്കായിട്ടുള്ള 1-ാം പാൽ അരക്കപ്പ് എടുക്കുക. അതിലേക്ക് ഞാൻ 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ചോറിനൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്, യെല്ലോ ഷെയ്ഡ് കിട്ടാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂവും ഇതിൽ പാലിലിട്ട് വെച്ചിട്ട് ചേർക്കാവുന്നതാണ്. പക്ഷേ അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും. അത് വരാതിരിക്കാനാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം.
അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. തീർത്തും വറ്റിയിട്ടില്ല, കുറച്ച് വെള്ളം ബാക്കി വരണം. ആ പാകത്തിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടും ബേക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബേക്കിംഗ് അവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. അപ്പം ഞാനിത് ദോശക്കല്ലിൻ്റെ പുറത്താണ് വെച്ചിട്ട് 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ല ഗീയുടെ മണമൊക്കെ വരുന്ന ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി, ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോകരുത് കേട്ടോ, ആ പാകത്തിനായിരിക്കും. അത് വെള്ളം നമ്മൾ കറക്റ്റായിട്ട് ഇട്ടാൽ വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നമ്മൾ 1.5 കപ്പ് വെള്ളവും ചേർത്ത് 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻ ചേർത്ത് കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തത് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഗീ റൈസിന് വളരെ ടേസ്റ്റ് ആകുന്നത്. നമ്മൾ പഞ്ചസാര ചേർത്ത് ഫ്രൈ ചെയ്ത സവാളയാണ്, അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത കാഷ്യൂസും റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ റൈസും ഈ റൈസിൻസും കാഷ്യൂസും പിന്നെ ഫ്രൈ ചെയ്ത അണിയനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പൊത്തി വയ്ക്കുക. പൊത്തി വെച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ ഈ റൈസിൻസും കാഷ്യൂസും ഈ ഫ്രൈ ചെയ്ത അണിയനും ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകും. അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് ഈ റൈസിൽ പിടിക്കുകയും ചെയ്യും. നമ്മളിതെല്ലാം ഗീയിലാണ് ഫ്രൈ ചെയ്തത്, അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സ്മെല്ലായിട്ടുള്ള ഒരു ഗീ റൈസ് ആയിരിക്കും നമ്മൾ തുറക്കുമ്പോഴേക്കും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല കൊതിപ്പിക്കുന്ന ഗീ റൈസിൻ്റെ മണമാണ് വരുന്നത്. നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഗീ റൈസാണിത്. നമ്മൾ തേങ്ങാപ്പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ഗീ റൈസാണ്. ഞാൻ കുറച്ച് ചെറി ചോപ്പ് ചെയ്തതും ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ അട്രാക്റ്റീവാണ് കാണാനായിട്ട്. അതുതന്നെയുമല്ല, ഈ ചെറി ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ നമ്മൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതൊരു ഫംഗ്ഷന് കഴിച്ചതുകൊണ്ടാണ് ഇതിലേക്ക് ഈ ചെറി ചേർത്തത്. വളരെ അട്രാക്റ്റീവുമാണ്, ഡെലീഷ്യസുമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്കിതുപോലുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.